ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഈദിൻ്റെ ഷോപ്പിങ്ങിൻ്റെ വീഡിയോയും പിന്നെ ഈദിൻ്റെ തലേദിവസം രാത്രി ഞാൻ ഒരുക്കി വെച്ചതായ കുഞ്ഞ് വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ ഈദിങ്ങിന് ഷോപ്പിംഗ് ആണ് കാണിക്കുന്നുള്ളത്. അപ്പോൾ വൈകുന്നേരം സമയമാണ് അങ്ങ് പോയിട്ടുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ടായത് കൊണ്ട് വൈകുന്നേരം എല്ലാ പണിയും പെട്ടെന്ന് ഒതുക്കി തീർത്ത് വെച്ചിട്ട് വൈകുന്നേരമാണ് പോയിട്ടുള്ളത്. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഒരു 5 മണി 6 മണി ആ സമയമൊക്കെ ആയിട്ടുണ്ടായി. അങ്ങനെ നല്ല ട്രാഫിക് ഉണ്ടായി പോകുമ്പോൾ. നല്ല ട്രാഫിക് എന്ന് വെച്ചാൽ നല്ല ട്രാഫിക് ഉണ്ടായി പോകുമ്പോൾ തന്നെ. അങ്ങനെ ടൗണിലാണെങ്കിൽ തിരക്ക് എന്ന് വെച്ചാൽ ഇങ്ങനത്തെ തിരക്കാണ്. വൈകുന്നേരം ആയാലും തിരക്കിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല. നല്ല തിരക്ക്. ഡ്രസ്സ് വാങ്ങുന്ന ഷോപ്പിലാണെങ്കിൽ കാലിടാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്രയും തിരക്കായിരുന്നു. അങ്ങനെ കാസർഗോഡ് നിന്നാണ് ഞങ്ങൾ ഡ്രസ്സ് വാങ്ങുന്നുള്ളത്. കാസർഗോട്ടേക്കാണ് പോയിട്ടുള്ളത് ഡ്രസ്സ് വാങ്ങാനായിട്ട്. അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഡ്രസ്സ് വാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടി ടഫായിട്ടുള്ള ടാസ്ക്കാണ് ഞങ്ങളെ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങുന്നത്. ഓർക്ക് ഏത് ഡ്രസ്സും പാകമായിട്ടുണ്ടാവില്ല. ഒരളവുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ടൈം പോയതുകൊണ്ട് ഒന്നിൻ്റെയും സൈസ് ഉണ്ടായിട്ട. അതാണ് കുറേ തപ്പിപ്പിടിച്ച് കുറേ എന്നാലും സൈസ് കിട്ടിയില്ല. അങ്ങനെ അവർക്ക് 2-3 ഷോപ്പിൽ കയറിയിട്ടുണ്ട് ഡ്രസ്സ് വാങ്ങാനായിട്ട്. അങ്ങനെ മൂന്നാമത്തെ ഷോപ്പ് എന്നതാ ഡ്രസ്സ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ലവ് ബേബി എന്നാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. അങ്ങനെ ജീൻസും ഒരു ഷർട്ടും ബനിയനും അങ്ങനെയാണ് വാങ്ങിയത്. അപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകി. മക്കളാണെങ്കിൽ ഫുൾ കരച്ചിലാണ് വൈകിയതിൻ്റെയും പിന്നെ ഞങ്ങൾ ടയേർഡായതിൻ്റെയും കുറേ ക്ഷീണം കാര്യങ്ങളുണ്ടായി. അങ്ങനെ സമയം എന്ന് വെച്ചാൽ വാരിഭാഗം കൊടുത്തത് നല്ല ഇരുട്ട് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഡ്രസ്സ് മാത്രം വാങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. പിന്നെ കുറച്ച് ഉപ്പാക്ക് പെട്ടെന്ന് ഓർമ്മയായി ഫ്രൂട്ട്സ് ഒന്നും വാങ്ങില്ല. അങ്ങനെ ചെർക്കളയിലെത്തിയിട്ടാണ് ഉപ്പ എന്താക്കി ഫ്രൂട്ട്സ് വാങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയം ഒരു രാത്രി കുറേ ഇഷാക്കെ വാങ്ങിക്കൊടുത്തപ്പോൾ പുറത്തെത്തുമ്പോൾ തന്നെ കുറേ വൈകി. ഫുഡും കാര്യങ്ങളൊക്കെ വീട്ടിലുള്ളതുണ്ട്, അതൊന്നും കഴിക്കാനൊന്നും നിന്നില്ല. നല്ല നെയ്ച്ചോറ്, ബീഫ്, ചിക്കൻ എല്ലാ കറിയൊക്കെ ഉണ്ടെന്നുണ്ടെന്ന് വാങ്ങാനൊന്നും നിന്നില്ല. അങ്ങനെ വീട്ടിലേക്ക് ഇത് മടങ്ങുന്നതാണ്. അങ്ങനെ വീട്ടിലെത്തി രാത്രിയിൽ ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. അങ്ങനെ ഷോപ്പിംഗ് ഡേൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയാണ്. ഇനി ഈദിൻ്റെ ഡേ തലേദിവസം ഒരുക്കി വെച്ചതായ കുറച്ച് പണികളാണിത് ഞാൻ കാണിക്കുന്നുള്ളത്, വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ രാത്രി ഒരു 8:30-9 മണിയാകുമ്പോൾ ഞാൻ വീട്ടിൽ. അപ്പോൾ രാവിലെ പെരുന്നാളും പിന്നെ കുറച്ച് വിശേഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ രാവിലെ സമയം തികയില്ല എന്ന് വിചാരിച്ച് ഞാൻ എന്താക്കി രാത്രി തന്നെ എല്ലാം ഒരുക്കി വെക്കുന്നതാണ്. അടിച്ച് തോർത്തിയിട്ടല്ലോ. ഞാൻ ഫസ്റ്റായിട്ടാണ് രാത്രിയൊക്കെ തോർത്തിയെടുക്കുക എന്നുള്ളത് പെരുന്നാളിനൊക്കെ. അല്ലെങ്കിൽ എല്ലാ പെരുന്നാളിനും രാവിലെയാണ് തോർത്തിയെടുക്കുക. പിന്നെ ആൾക്കാർ വരുന്ന തിരക്കിൽ രാവിലെ എന്തെങ്കിലും തോർത്താനൊന്നും പറ്റുന്നില്ല. അങ്ങനെയാണ്. അങ്ങനെ അങ്ങനെ അടിച്ച് വാരി കഴിഞ്ഞിട്ടുണ്ട്. കൊട്ടിൽ ഓഫീസ് റൂം അടിച്ച് വാരി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ പോയിട്ട് അനിയത്തിൻ്റെ ബെഡ്റൂം ഒന്ന് കൊട്ടിയിട്ടൊന്ന് പിരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളതാണ്. ഈ സമയത്താണെങ്കിൽ മക്കളൊക്കെ തക്ബീറിന് വേണ്ടി കൊടുക്കുന്നതിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. എന്നോട് ചോദിക്കുന്നതും കൂടിയുണ്ട്, എന്താ തക്ബീർ കൊടുക്കാത്ത? ഞാൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവരെ സമാധാനിപ്പിച്ചവിടെ ഇരുത്തിയാണ്. ഇവരാണെങ്കിൽ പിരിക്കാൻ വേണ്ടി ബെഡ്ഷീറ്റ് കൊട്ടി പിരിക്കാൻ വേണ്ടി അവരും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ബെഡ്ഷീറ്റ് ഞാൻ ഫുള്ളായിട്ട് കൊട്ടിപ്പിരിക്കുന്നുണ്ട്. അപ്പോൾ രാത്രി തന്നെ എല്ലാ പണി ഫിനിഷാക്കി കിടന്നാൽ രാവിലെ ആകുമ്പോൾ എന്തായാലും അടിച്ച് വാരി കോരണം. തോർത്തിയില്ലെങ്കിലും അടിച്ച് വാരണം. എന്നാലും അടിച്ച് വാരേണ്ടതല്ലേ പണിയുള്ളൂ. പിന്നെ തോർത്തെടുക്കേണ്ട പണിയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ബെഡ്ഷീറ്റൊക്കെ ഫുള്ള് കൊട്ടി സെറ്റാക്കി എടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് പ്ലീസ് ഒന്നെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്ക് ഞെക്കി പൊട്ടിക്കാനും ഓളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറന്നു പോവല്ലേ. അങ്ങനെ ഗൾഫിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ബീഫ് കറി ഇവിടെ റെഡിയാക്കി എടുക്കുന്നുള്ളതാണ്. ബീഫ് നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നേരത്തെ നോമ്പൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ പെരുന്നാളിൻ്റെ അപ്പമൊക്കെ ചുടാനുണ്ടായത് കൊണ്ടും പിന്നെ ബീഫ് കറിയാക്കി വെക്കാൻ സമയം കിട്ടിയിരുന്നില്ല. സമയം എത്ര പെട്ടെന്നാണ് പോകുന്നതെന്ന് അറിയില്ല. കുറച്ച് നോമ്പ് നോക്കിയ ക്ഷീണം കൂടി ഉണ്ടായി. അങ്ങനെ ബീഫ് സവാളയൊക്കെ വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ അരച്ച മുളകും ചേർത്തിട്ടൊന്ന് മുളകിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറിയതിന് ശേഷം വേവിച്ച് വെച്ച ബീഫ് കുറച്ച് വെള്ളത്തോടെയാണ് ഇട്ടുകൊടുക്കുന്നുള്ളത്. അപ്പോൾ ഗൾഫിലോട്ട് കൊണ്ടുപോകുന്നുള്ളത് കൊണ്ട് നല്ല ലൂസായിട്ടുള്ള കറി ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റൂലല്ലോ. നല്ല ഗ്രേവി വേണം, എന്നാലും കുറേ ലൂസല്ലാത്ത രീതിക്കുള്ള കറികൾ ഉണ്ടാക്കിയിട്ടെടുക്കേണ്ടത്. ഞങ്ങളിവിടെ ആണെങ്കിൽ ഗൾഫിലോട്ട് കൊണ്ടുപോകുന്നുള്ള കറിയൊക്കെ ഉണ്ടാക്കിയിട്ടെടുക്കുന്നത് ഫസ്റ്റാണ്. ഫസ്റ്റായിട്ടാണ് ഇങ്ങനെ കറിയൊക്കെ കൊണ്ടുപോകുന്നുള്ളത്. അതുകൊണ്ട് ഉമ്മാക്ക് ഫസ്റ്റത്തെ ഇതാണ് ബീഫ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഉമ്മ കുറേ ടെൻഷനോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്.
പിന്നെ അതിലേക്ക് വേണ്ട മല്ലിയിലയും കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബീഫ് കറിയിലേക്ക് മല്ലിയില എത്ര ഇട്ട് കൊടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും ടേസ്റ്റ് കൂടുതൽ. അങ്ങനെ തീ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് ചെറുതാക്കിയിട്ടാണ് ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ടത്. അങ്ങനെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് സമയം ഇങ്ങനെ ഫ്ലെയിം ലോ ആക്കിയിട്ട് വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മുളകിൻ്റെ ഒക്കെ സ്മെല്ലൊക്കെ നല്ലപോലെ പോയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഞാൻ കിച്ചണൊക്കെ നല്ല പോലെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്താണെങ്കിൽ ഇത്താൻ്റെ ഹസ്ബൻഡ് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ്. അങ്ങനെ അനിയന് വന്ന് അങ്ങനെ അനിയൻ ഒന്നിച്ച് പോയി. പിന്നെ ഒരു 11:45 12 മണിയാകുമ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച് ബീഫ് കറി ഒന്ന് പാക്കാക്കിയിട്ട് ഫ്രീസറിലാക്കിയിട്ട് നല്ല ഐസാക്കിയിട്ടല്ല കൊണ്ടുപോകുന്നുള്ളത്. അവിടെ എത്തുമ്പൊന്നും കേടാവാതിരിക്കാൻ നല്ല പോലെ ഐസോടെയല്ല കൊണ്ടുപോകുന്നുള്ളത്. അപ്പോൾ ബീഫൊന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം കവറിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ബീഫ് തണുത്തതിന് ശേഷമാണ് ഫാനിൻ്റെ അടിയിൽ വെച്ചുമ്പോൾ തണുപ്പിച്ചെടുത്തതാണ്. അതിൻ്റെ ഇടയ്ക്ക് കുറേ തവണ കറണ്ടൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ ബീഫൊക്കെ കറിയൊക്കെ ഇട്ടിട്ട് നല്ല പോലെ പാക്കിങ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അധികം ബീഫ് കറിയൊന്നും കൊണ്ടുപോകുന്നില്ല. ബാക്കി കുറേ ഫ്രൈ ഐറ്റംസും പിന്നെ മറ്റെന്തെല്ലോ ഡ്രസ്സ് പിന്നെ കുറേ ബേക്കറി അതൊക്കെ ഉള്ളത് കൊണ്ട് വെയിറ്റിനനുസരിച്ചിട്ടാണ് കുറച്ച് ബീഫാണ് കൊണ്ടുപോകുന്നുള്ളത്. പാക്കാക്കി നേരം ഫ്രീസറിൽ കൊണ്ടുപോയി വെക്കുന്നുണ്ട്. പിന്നെ മോളാണെങ്കിൽ ഉറങ്ങിയിട്ടും കൂടിയില്ല. അവൾക്ക് മൈലാഞ്ചി വെക്കണം എന്ന് പറഞ്ഞിട്ട് വെയിറ്റിങ്ങിലാണ്. അങ്ങനെ മൈലാഞ്ചി അവൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് വെക്കാനൊന്നും അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് പാക്കിങ് ചെയ്ത് ഫ്രീസറിൽ വെക്കാനായിട്ട് എന്നെ വിളിച്ചതാണ്. അങ്ങനെ എനിക്ക് മൈലാഞ്ചി എനിക്ക് പിടിക്കാനറിയില്ല. മോളൊരു ആസല്ലേ, എന്തും കൊട്ടം വരെ വെച്ചാലും കൈയൊന്ന് ചോന്നിട്ട് കാണുമല്ലോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് തട്ടിയും കൊട്ടി വരച്ച് കൊടുത്തതാണ്. അങ്ങനെ ഉമ്മാക്കും വരച്ച് കൊടുത്തു. രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങുമ്പോൾ 1 മണി ആയിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ വരുന്നവരെ ബൈ.